ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ നാളത്തെ വിഷുവിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എന്തൊക്കെയാ പിന്നെ വാങ്ങേണ്ടത്? മലക്കറി, പിന്നെ കണി വയ്ക്കാനുള്ള കുറച്ച് സാധനങ്ങൾ, പിന്നെ കണിക്കൊന്ന എവിടെന്നെങ്കിലുമൊക്കെ പറിക്കണം. കണിക്കൊന്നൊന്നും കിട്ടുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ. കണിക്കൊന്ന കഴിഞ്ഞ വർഷം വരെ പല മരത്തിലും കയറി ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു പതിവ്. ഇത്തവണ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. പൊന്നുവിൻ്റെ ഫ്രണ്ട് ശിവ ഒപ്പിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. ബാക്കി ചക്ക മാങ്ങയൊക്കെ മാമീരെയും കുഞ്ഞമ്മേരെയൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റണം. പിന്നെ പൊന്നുവിൻ്റെ ഈ ഡ്രസ്സ് കൊള്ളാം കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. പിന്നെ ഒരു കാര്യം, ട്രോളിയിലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. പൊന്നുവിൻ്റെ ഒരു ഫ്രണ്ടിന്റെ ചേട്ടൻ പറയുന്നത് നയൻതാര ചെയ്യുന്ന അതേ മോഡലിലാണ്. ഞാൻ കാണിച്ചു തരാം. നയൻതാരയുടെ അതേ മോഡലാണ് പൊന്നുവിന്റെ മിക്കുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ. അത് ഞാൻ ചില ചുരിദാറുകൾ ഇപ്പൊ അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാറില്ല. സത്യത്തിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സൊന്നും ഇടാറില്ല. അല്ലാതെ ഞാൻ ഈ ചില ചുരിദാറുകൾ ഇടുമ്പം അത് സ്റ്റൈൽ ചെയ്യുമ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടനും ഫ്രണ്ടും ഒക്കെ പറയാറുണ്ട്, നയൻതാരയെ കണക്കൊന്നും അല്ല. അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നയൻതാരയെ തോന്നിയിട്ടില്ല കേട്ടോ, അവര് പറയുന്നത് അങ്ങനെ. എനിക്കും തോന്നിയിട്ടൊന്നുമില്ല. നയൻതാര ഇന്ന ഡ്രസ്സില്ലേ, ചുരിദാർ, അങ്ങനത്തെ കോട്ട് സെറ്റ് കാര്യങ്ങൾ, അതുമായിട്ട് എവിടെയൊക്കെയോ ഒരു മാച്ച് ഉണ്ടെന്നാണ് പറയണത്. ഇതിൽ മാച്ചൊന്നുമില്ല. ഇതിപ്പോ ചൂടായതുകൊണ്ട് കൈ കിട്ടിയത് എടുത്തിട്ടു എന്ന് മാത്രം. ഞങ്ങൾ വെച്ച് താമസിപ്പിക്കുന്നില്ല, നമ്മൾ നേരെ ഇറങ്ങാം. പുറത്തോട്ട് പോയി ഇനി വാങ്ങാനൊക്കെ ഉണ്ട്, കുറച്ച് സാധനങ്ങൾ വാങ്ങണം. പിന്നെ എനിക്കിന്ന് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇറങ്ങണം. എനിക്ക് പിന്നെ ഗൈസ്, നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു പിരിയത്തിന്റെ കട്ടി കുറച്ചുകൂടെ. ഞാൻ അതൊരു കഥ ഞാൻ പറഞ്ഞു തരാം. 2022 ഓണത്തിന് വേണ്ടി അല്ലല്ല, എന്റെ അവിടുത്തെ അമ്പലത്തിൽ പൊങ്കാല ഇടാൻ വേണ്ടി ഞാൻ പിരിയൻ ത്രെഡ് ചെയ്ത് നിങ്ങൾ പറഞ്ഞാണ് കട്ടി കുറച്ച്. ചൈനക്കാര് കണ്ട എന്നെ അടിക്കണ വിധത്തിലായി. പൊന്നുവിന് പിരിയൻ ത്രെഡ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് എടുക്കുമ്പോഴ് ഒരു ഇവിടെ ഒന്ന് വീങ്ങിയിരിക്കും. അപ്പൊ എനിക്ക് അത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നി. ചേട്ടന് മാത്രമല്ല, ഞാൻ ആ പിരിയം നൈസാക്കി കാണിച്ചിട്ട് എന്റെ അമ്മയ്ക്ക്, അനിയന്, ചേച്ചിക്ക്, ചേട്ടന് ആർക്കും ഇതുവരെ എന്റെ ഫേസ് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ പറയണ അനുസരിച്ച് ഞാൻ പൊന്നു അങ്ങനെ പിരിയൻ ത്രെഡ് ചെയ്തപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എനിക്കൊരു പേടിയാണ് പിരിയൻ ത്രെഡ് ചെയ്താൽ അങ്ങനെ ആവും എന്നുള്ളത്. അതുകൊണ്ടാണ് കൂടുതലും അങ്ങനെ ചെയ്യാത്തത്. ഇന്നൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇല്ല, ഇന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ അങ്ങനെ ത്രെഡ് ചെയ്യൂല, ചെറുതായിട്ടൊന്ന് ഇത് കുറയ്ക്കുള്ളൂ, വലുതായിട്ട് ഞാൻ കുറയ്ക്കൂല. ഇവിടെ നിന്ന് കയറ്റിയാലേ അത് മൊത്തം വൃത്തികേടായി പോവും. അത് നിങ്ങൾക്ക് ഇങ്ങനെ പിന്നെ പൊന്നുവിനെ കാണണമെങ്കിൽ നമ്മൾ തലയിൽ 2 ഈർക്കിലൊക്കെ വെച്ചിട്ട് ആ രീതിയാവും. ഞാൻ പിരിയൻ നൈസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ പറയണ രീതിയിൽ. അതാണ് ഞാൻ പിരിയൻ നൈസ് ആക്കാത്തത്. പക്ഷെ ഇന്ന് കുറച്ച് ഞാൻ തിന്നാക്കും. നമുക്കത് നോക്കാം. അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ? പോയിട്ട് വരാം. ഭയങ്കര ചൂട്. സമയം ഇപ്പൊ 5 മണി, എന്നിട്ടും ഭയങ്കര ചൂട്. ഞങ്ങള് എന്ത് ചടങ്ങായാലും എന്ത് പ്രധാന പരിപാടിയായാലും ആദ്യം പൊന്നു ഓടിച്ചില്ലെന്ന് ആപ്പിളിലായിരിക്കും അല്ലേ, ആപ്പിൾ ബുട്ടീക്കില്. അപ്പൊ ഇന്ന് ചെറിയൊരു ബ്ലൗസ് വാങ്ങാനാണ് ഞങ്ങൾ ഇന്ന് വന്നത്. വിഷുവിന് ഇടാനുള്ള ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരുന്നു. ആയിട്ടുണ്ടോന്നാണ് പറഞ്ഞാൽ നമുക്ക് പോയി നോക്കാം. അപ്പൊ എന്തായാലും ഞങ്ങള് ആപ്പിളിലെത്തി. ഇവിടെ നിന്ന് ഇത് വാങ്ങിയിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് പോകാം. എല്ലാ തവണത്തെ പോലെ ഇത്തവണയും ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. പൊന്നു അങ്ങോട്ട് പോയി ഇനി ചെക്ക് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇനി വേണമെങ്കിൽ സൈഡൊക്കെ അടിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ വെയിറ്റിംഗ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അടുത്ത് പോകേണ്ടത്, എനിക്കൊന്ന് ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പരിപാടി, പൂ വാങ്ങണം. പിന്നെ കുറച്ച് ഈ കണിവളരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പൊന്നു വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇവിടെ വന്ന് സ്റ്റിച്ചിങ് എഴുതാൻ നോക്കി, പാലിട്ട് നോക്കി. അപ്പൊ കുറച്ച് എന്തുകൊണ്ട് ലൂസാണല്ലേ, ബ്ലൗസ് കുറച്ച് ലൂസാണ്. അപ്പൊ അതൊന്ന് റെഡിയാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ. ഇനി ഇവിടെ എത്ര സമയം ഞാൻ കണ്ടായിരുന്നു, യെല്ലോ കളർ. പക്ഷെ അത് നീ പറഞ്ഞ കണക്ക് വലിയ വർക്കൊന്നും ഇല്ലല്ലോ. നേരെ പറഞ്ഞ 1/2 മീറ്റർ തുണി കൊണ്ട് തുണിയുള്ളൂ. ഇത് ഫുൾ കവറാണല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ബ്ലൗസ്. നാളെ നമ്മൾ കാണിച്ചു തരാം അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. ചേട്ടനൊരു ഷർട്ട് എടുക്കണം. അച്ഛനമ്മയ്ക്കൊന്നും എടുക്കുന്നില്ല, കാരണം അമ്മയ്ക്ക് ഇടയ്ക്ക് ഒരു ഡ്രസ്സ് എടുത്ത് ബർത്ത്ഡേക്ക് അച്ഛന് പുതിയ എടുത്ത ഡ്രസ്സ് അച്ഛൻ ഇടാതെ പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതായിരിക്കും അച്ഛൻ ഇടുന്നത്.
പറയാൻ പറ്റില്ല. അച്ഛൻ അങ്ങനെ വാങ്ങിച്ചത് ഇടൂല, വെച്ച് അച്ഛൻ എങ്ങനെയാണ് അങ്ങനെ ഡ്രസ്സ് അങ്ങനെ വാങ്ങിക്കൊടുത്താൽ പുതിയത് വെച്ച് മടക്കി തന്നെ വെച്ചേക്ക്? പുതിയ ഡ്രസ്സ് ഇല്ലാതെ എനിക്ക് പുതിയൊരു സാരി ഉണ്ട്, ഒരു തവണ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ബ്ലൗസ് ഇപ്പൊ ഞാൻ തക്കിയത്. ചേട്ടന് മാത്രമൊന്നും ഡ്രസ്സ് ഇല്ല. എനിക്കങ്ങനെ പൊന്നുവിനെ കണക്ക് അധികം വേണ്ടല്ലോ. ചേട്ടൻ്റെ ബ്ലൗസിനോട് ചേർന്ന ഒരു കളറ് എടുക്കണമെന്നുണ്ട്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എടുപ്പിക്കുകയാണ്. അല്ല, കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷയം. അത് ശരിയാണ്, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾ ആദ്യത്തെ വിഷയമല്ലേ. ഇപ്പൊ ചെറിയ രീതിയിൽ അമ്പലത്തിലൊക്കെ പോയി ഹാപ്പി ആകാന്ന് കരുതി. ഇവിടുന്ന് ഒരു 5-10 മിനിറ്റ് എടുക്കും. 5-10 മിനിറ്റ് ആവൂല്ലേ? ഓർഡർ ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. നോക്കാം. നമ്മളെ പ്ലാനിൽ വീണ്ടും മാറ്റം ഉണ്ടായി. നമ്മൾ അങ്ങനെയാണ്, എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഒരു 50 പ്ലാനും വെച്ചിട്ട് അതെല്ലാം പല രീതിയിലാക്കും. ആദ്യം വിചാരിച്ചിനിപ്പോൾ ഹെയർ കട്ട് ചെയ്ത് പൊന്നൂന് പിരിയും റെഡി ഉണ്ട്, അതും കൂടെ ചെയ്തിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ആദ്യം വന്നത് ഇപ്പോൾ നാച്ചുറൽസ് ബ്യൂട്ടി പാർലറാണ് ആറ്റിങ്ങൽ. രണ്ടാമത്തെ തവണയാണ് നമ്മൾ. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വന്നത് പൊങ്കാല സമയത്ത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹെയർ കട്ട് ചെയ്യണം. പിന്നെ പിന്നെ എനിക്ക് ഹെയർ കട്ട് ചെയ്യണം, പൊന്നുവിന് പിന്നെ പിരികം സെറ്റാക്കണം. നമ്മളൊന്ന് അകത്തോട്ട് കയറി നോക്കിയിട്ട് വരട്ടെ. തിരക്കാണെങ്കിൽ ചിലപ്പോൾ ഇറങ്ങും. ഞങ്ങൾ കയറിയത് പോലെ തന്നെ ചാടി തിരിച്ചിറങ്ങിയേ. സംഭവം കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു 40 മിനിറ്റ്സ് എടുക്കും എന്ന് പറയുന്നവർ. അപ്പം അതിന് മുമ്പേ നമുക്ക് നമുക്ക് ആദ്യം പോയി വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടല്ലോ, കണി വെക്കാനുള്ള. അപ്പോൾ അതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇനി എന്തായാലും ആ പരിപാടിയിലോട്ട് കടങ്ങിയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അതായിരിക്കും നല്ലത് അല്ലേ? ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ സമയം വേസ്റ്റ് ആവും ഇവിടെ ഇരുന്ന്. അപ്പൊ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാടി. എനിക്ക് തോന്നണ നമ്മളെ അന്ന് വാങ്ങിയില്ലേ, അവിടെ പോയാണോ അതാ നമ്മളാ വഴിയിലേക്ക് കടന്ന് വാങ്ങണോ? എവിടെന്നെങ്കിലൊക്കെ വാങ്ങാം. ആ ചന്തേര സൈഡിലൊന്ന് നോക്കിയാലോ? ആദ്യം നമുക്ക് ആറ്റിങ്ങൽ ചന്തയിലേക്ക്, ആറ്റിങ്ങൽ മാർക്കറ്റിലേക്ക് പോവാം. നമ്മുടെ ആറ്റിങ്ങല് വിഷു കാരണം ഭയങ്കര തിരക്കാണ്. പണ്ട് ഓണത്തിനൊക്കെ കാണുന്ന തിരക്ക്, നമ്മളെ എല്ലാ ഓണത്തിനുള്ള തിരക്കുണ്ടല്ലോ, ആ ഒരു തിരക്ക്. എല്ലായിടത്തും വെള്ളരിക്കയും മറ്റേ മത്തൻ, ഇവിടെ ചെറിയ മത്തനൊക്കെ ഉണ്ടേ. മത്തനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര്. പിന്നെ ഞാൻ ഇത്തവണ ഏറ്റവും കുറച്ചായിട്ട് കണ്ട മെയിൻ സാധനം എന്ന് പറഞ്ഞത് കണിക്കൊന്നയാണ്. ഒരിടത്തും കണിക്കൊന്നയില്ല, വന്നവരെല്ലാം വാങ്ങിയിട്ട് പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ചെറിയൊരു വെള്ളരിക്കും ചെറിയൊരു മത്തനും. തിരക്ക്, നല്ല തിരക്കുണ്ട്. തിരക്കിൻ്റെ ഇടയിൽ ഞാൻ കയറിയില്ല, പൊന്നു കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് കയറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഞാനും കൂടെ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഏത്തപ്പഴം വേണ്ട, ചെറിയ പഴം വയ്ക്കുള്ളൂ. പൊന്നു അതിനകത്ത് കിടന്ന് വേണം. നല്ല തിരക്ക്, ഇത്ര തിരക്കുണ്ട്. അതിനകത്ത് കയറി പൊന്നു കിടന്ന് വേണം കേസ്. പർച്ചേസ് ചെയ്യാൻ പിന്നെ പൊന്നുവിനെ കൊണ്ടായി കഴിഞ്ഞാൽ മതി, വേറെ ആരെ ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല രീതിക്ക് ഒരു ചാക്കിൽ സാധനം. പൊന്നു എന്തൊക്കെ വാങ്ങി? ഒരു ചാക്ക് നിറച്ച് മേടിച്ച? ഇത് ഒരുപാടുണ്ടല്ലോ. കൊള്ളാം, ഇറങ്ങി വാ. പർച്ചേസ് ചെയ്യാൻ പൊന്നു പോയതുകൊണ്ട് എല്ലാ സാധനങ്ങളും മേടിച്ചോണ്ട് വന്ന്. ഇനിയിപ്പോൾ കണിക്കൊന്നല്ല, അവിടെ ഒരു ഏത്തപ്പഴം വരെ മേടിച്ച്. ഇനി കണിക്കൊന്ന അവിടെ ഒരു കടയിൽ കൊടുക്കുന്നു പറയുന്നിട്ട് അതും കൂടെ നോക്കണം കേസ്. ഞങ്ങൾ കണിക്കൊന്ന വാങ്ങിക്കുന്നത് 2 പൂ 50 രൂപ. അത് നമ്മൾ മാറ്റി വെച്ച് ഒരു കമ്പിൽ 2 പൂവേ ഉള്ളൂ, പക്ഷെ അത് 50 രൂപ. ഇത്രയും നാൾ അവിടെ ഇവിടെയൊക്കെ പൂത്ത് പൊലിഞ്ഞ് നടന്ന കണിക്കൊന്നേക്ക് ഇപ്പൊ 2 എതളിന് 50 രൂപ. എന്തായാലും അതിപ്പോ തൽക്കാലം വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഇനി ബാക്കി പ്ലാസ്റ്റിക് വാങ്ങിയാലും കുഴപ്പമില്ല, അതെവിടെയാണെങ്കിൽ എല്ലാ വർഷവും നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോ എന്തായാലും ഈ വർഷം നമുക്ക് കണിക്കൊന്ന മരം നടണം കേട്ടോ. അതൊരു മെയിൻ കാര്യമാണ്, കണിക്കൊന്ന നടണം. നമ്മളെന്തായാലും നല്ല തിരക്കുണ്ട്. കണിക്കൊന്ന അപ്പുറത്ത് എവിടെയെങ്കിലും ഇനി കിട്ടുമെങ്കിൽ അത് വാങ്ങണം. കമ്മലും മാലയും അതോ നോക്കട്ടെ, കമ്മലും മാലയും. ബാ, ഇവിടെ ഓണത്തിനിടെ പൊട്ട് കച്ചവടം ഉള്ളതുകൊണ്ട് കമ്മലും മാലയൊക്കെ വാങ്ങാൻ ഈ സമയത്ത് അങ്ങ് പറഞ്ഞോളൂ. അവനെ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പ് കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, എല്ലാം കൂടെയൊക്കെ മേടിച്ചപ്പോൾ നമ്മുടെ ബൈക്കിൽ വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അതെല്ലാം വീട്ടിൽ വെച്ചിട്ട് ഇപ്പം വീണ്ടും വന്നിരിക്കുകയാണ് കേസ്. ഇനി ഹെയർ കട്ട് ചെയ്യണം. അങ്ങനെ ഹെയർ കട്ട് ചെയ്യാൻ സംഭവം എനിക്ക് ഇവിടെ ഹെയർ കട്ട് ചെയ്യാൻ സമയമില്ല, അവർ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പൊന്നൂന്
ജസ്റ്റ് ഒന്ന് പിരിയം ത്രെഡ് ചെയ്യണം. ആ പരിപാടി ഇവിടെ ചെയ്തിട്ട് ഞാൻ പുറത്തുനിന്ന് വേറെ എവിടെയെങ്കിലും നോക്കും. അപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിൻ്റെ വർക്ക് ഒന്നും തുടങ്ങി. ഗേസ് ഞങ്ങളങ്ങനെ ഇപ്പം സമയം ഏതാണ്ട് 11 മണിയായിട്ടാ. ഫുള്ള് ഓടി. അച്ഛൻ വീട്ടിലുള്ളതുകൊണ്ട് വിളക്ക് കത്തിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കി. ഞാനും അവളും കൂടെ ആയിരുന്നു, പൊന്നും കൂടെ ആയിരുന്നു. ഇന്ന് അച്ഛന് പിന്നെ വേറെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും ലേറ്റായത്. പിന്നെ എൻ്റെ ഈ താടി ഉണ്ടോ നശിച്ച്. ഞാൻ നല്ലപോലെ ഇരുന്ന് എന്നെ ഈ പൊന്നുകൊണ്ട് ഈ കോലത്തിലാക്കി. നിങ്ങൾ ഇനി കളിയാക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഞാൻ ചക്കയും കാര്യങ്ങളൊന്നും എടുത്തില്ല. വീട്ടിൽ പച്ചക്കറിയും കാര്യങ്ങളും സദ്യക്കുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെ എത്ര വാങ്ങിയുള്ളൂ. അധികം അങ്ങനെ വലുതായിട്ടൊന്നും വാങ്ങിയില്ല. പക്ഷേ നമ്മൾ കട അടയ്ക്കാറായതുകൊണ്ട് ഭയങ്കരമായിട്ട് ലേറ്റ് ആയതുകൊണ്ട് ഒന്നും കിട്ടിയതുമില്ല. അങ്ങനെ ഉള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് കൊണ്ടുവന്നു ഗെയ്സ്. ഇനിയിപ്പോൾ ചക്കയും പിന്നെ വേറെ എന്താ പറഞ്ഞു കണിക്കൊന്ന പൂ അവരവിടെ ഉണ്ട്. അതിൽ നിന്ന് ഒരു പൂവെങ്കിലും കൊണ്ടുവന്ന് കണി കാണാതെ എങ്ങനെ ഇരിക്കും? പ്ലാസ്റ്റിക്കിൽ കണ്ട ഒരു രസമില്ലല്ലോ. അപ്പോൾ വാ നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ചക്കയും കണിക്കൊന്നയും ഒപ്പിച്ചിട്ടുണ്ട്. കണിക്കൊന്ന പൂവും. പിന്നെ കുഞ്ഞമ്മ ഒരു കാര്യം പറഞ്ഞ് 4:45 എത്ര മണി കഴിഞ്ഞാ 4:45 5:30 കണി കാണേണ്ട ഏറ്റവും നല്ല സമയം എന്നാണ് പറഞ്ഞത്. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് അതിനൊരു ഇടയിൽ കാണണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാൻ കഴിച്ചു. ഒരുപാട് സമയമായി. ടാറ്റ പൊന്നേ, ഇങ്ങ് വാ ടാറ്റ. പിന്നെ പൊന്നു ഇവിടെ എല്ലാ ദിവസവും കോലം വരയ്ക്കും. വരച്ച് ഇപ്പൊ വരച്ച് കൊളാക്കിയല്ലേ? ഇത് എന്തോ പറയല, ഇത് നിന്ന് വരച്ചില്ലേ? അച്ച് മേടിക്കാൻ കിട്ടും. അതിനകത്ത് മാവ് വാരി ഇട്ട് കഴിഞ്ഞാൽ സെറ്റാവും. അപ്പൊ നമ്മളെ വീട്ടിലോട്ട് പോവേണ്. ഞങ്ങളെല്ലാം വാങ്ങി റെഡിയാക്കി കൊണ്ട് വന്നു. ഇനിയിപ്പോൾ കുറച്ചൊന്ന് വൃത്തിയാക്കണം. സൈഡെല്ലാം ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കണി ഒരുക്കേണ്ട സംഭവങ്ങളെല്ലാം വിളക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പം നമ്മൾ ഇനി നേരെ കുറേ ഓടണം ഗൈസ്. ഓടി ഉപ്പാട് വന്നു. എന്തായാലും ഞാനും പൊന്നും മാത്രമേ ഉള്ളൂ. പാവം തളം നിൽക്കുന്നുണ്ടല്ലേ, വല്ലതും പറയാനുണ്ടോ അവിടെ? അപ്പോൾ ഞങ്ങൾ നേരെ ജോലിയിലോട്ട് കിടക്കുകയാണ് ഗൈസ്. ഞാനിപ്പോൾ വിളക്കെല്ലാം തേച്ച് വൃത്തിയാക്കി റെഡി ആയിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വിളക്കെല്ലാം വൃത്തിയാക്കി. പിന്നെ പൊന്ന് തറയെല്ലാം തുടച്ച്. ഇനിയിപ്പോൾ നമ്മുടെ കൃഷ്ണനെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെക്കണം. കൃഷ്ണനെ നമ്മൾ കണി ഒരുക്കിയിട്ട് നാളെ ആയിരിക്കും നമ്മളെ കണി എങ്ങനെയാണ് ഒരുക്കി വെച്ചതെന്ന് കാണിക്കുക. അപ്പോൾ അതിനിടയിൽ തന്നെ പൊന്നു അടുക്കളയിലെ പരിപാടികൾ ചെയ്യാണ്. അടുക്കളയിലെ പരിപാടി എന്ന് വെച്ചാൽ വലുതായിട്ടില്ല. ഒരു അച്ചാറിന് വേണ്ടിയിട്ട്, മാങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അരിഞ്ഞു വെക്കുന്നു, അച്ചാറിട്ട് വെക്കുന്നു, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓടി ഉപ്പാട് വന്നതുകൊണ്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്ന് ചെയ്യുന്നുള്ളൂ. ബാക്കി പാചകങ്ങളെല്ലാം രാവിലെ ആക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യം കരുതിയത് വീട്ടിൽ വന്ന ഉടനെ തന്നെ നമുക്കെല്ലാം എങ്ങനെ സാമ്പാറിനും അവിയലിനും എല്ലാം അരിഞ്ഞ് വെച്ച് റെഡിയാക്കി വെച്ചിട്ട് രാവിലെ പാചകം ചെയ്താൽ മതിയെന്ന് വിചാരിച്ചു. പക്ഷേ നടന്നില്ല കേസ്. എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ നാളെ ആയിരിക്കും പാചകങ്ങളൊക്കെ. ഇപ്പോൾ നമ്മുടെ കൃഷ്ണനെയൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നാളെ സെറ്റായിട്ട് ഈ കണി നമുക്ക് കാണണം. അതുകൊണ്ട് കണി നിങ്ങൾ ഒരുക്കുന്നത് കാണിക്കത്തില്ല. കണി ഒരുക്കി നാളെ ഞങ്ങൾ എങ്ങനെയായിരിക്കും കണി സെറ്റ് ചെയ്യുന്നത് മാത്രമേ കാണിക്കൂ. അപ്പോൾ പൊന്നു എന്തായാലും കഴിഞ്ഞോ? അരിയണം അച്ചാറിനാ? മാങ്ങ അച്ചാർ ഇപ്പോഴിട്ട് വയ്ക്കാം. ഇഞ്ചിയൊക്കെ രാവിലെ ഇടാം. ഇഞ്ചിയൊക്കെ വഴറ്റി വരുമ്പോൾ നേരം കൊടുക്കും. മാങ്ങാച്ചാർ ഇത് മൊത്തം ഇടണ്ട കേട്ടോ, കുറച്ച് ആവശ്യത്തിന് ഇട്ടാൽ മതി. അല്ല ഇത് മാത്രമേ ഉണ്ടോ? ഈ അരി മാത്രമേ ഉണ്ടോ? ബാക്കിയൊക്കെ വെക്കാം. മീനിനൊക്കെ ഇടാം. പിന്നെ ഭയങ്കര ഷെഫായി. അരിഞ്ഞ് തള്ളയാണ്. അരിഞ്ഞ് മൊത്തം തറയെ കളയാണ്. ഷെഫായെന്ന് പറഞ്ഞ മാത്രമേ ഉള്ളൂ. എല്ലാം മാങ്ങ എത്ര അരിഞ്ഞ് തറയെ കളയാണ്. അപ്പോൾ എന്തായാലും കേസ് നമ്മൾ ഇനി അത് ഒരുക്കാൻ നേരത്ത് കാണാം. ഞങ്ങളുടെ കണി ഒരുക്കത്തിൻ്റെ അവസാനത്തെ ഭാഗമെത്തി കേസ്. ബാക്കിയെല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് പരിപാടികളും കൂടെ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ കണി ഒരുക്കം സെറ്റാക്കും. ഒന്ന് ഇങ്ങനെ മതിയാ? ഇതിങ്ങനെ മതിയാ? മതിയല്ലേ? കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂ വർണ്ണനെ ഗുരുവായൂരം നടയിൽ. സംഭവം ഇത്തവണ നമ്മൾ വെച്ചത് ഞാൻ ഇതുവരെ നമ്മളെ വീട്ടിൽ ഇതേ കണക്ക് സെറ്റാക്കി ഒരുക്കിയിട്ടില്ല.
പൊന്നൊന്നിന്റെ ഐശ്വര്യം. സ്വന്തമായിട്ട് ഏറ്റങ്ങ പണ ഇവിടുത്തെ ഞാൻ മറ്റേ സെറ്റായില്ലേ? ബാക്കി പൂ നമുക്ക് അമ്പലത്തിൽ കൊടുക്കാമോ? എന്ത് നമ്മളിവിടെ അടുത്തേക്ക് എടുത്തതല്ലേ, എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, കൊടുക്കാം. പിന്നെ എവിടെ ഞാൻ കുത്തി കയറ്റു എൻ്റെ കോടിമുണ്ട്? കോടിമുണ്ട് വെക്കേണ്ട സ്ഥലം അങ്ങനെയല്ല വെക്കണ്ട, പിന്നെ തണ്ടൊടിച്ച് തണ്ടടിച്ച് പൊന്ന് ഭയങ്കര ഡെക്കറേഷൻ ആയി പോയി. എന്റെ കണ്ടുപിടിച്ച് നിങ്ങളെ കണ്ടുപിടിച്ചല്ലേ? എന്റെ കണ്ടുപിടിച്ച് ഞാൻ എല്ലാം പെർഫെക്ഷനോടുകൂടി ഞാൻ ചെയ്യും. ബാക്കി തെറ്റി നമുക്ക് തല വെച്ചോണ്ട് കിടക്കും. ബാക്കി പൂക്കളെല്ലാം അവിടെ അതാ വെള്ളപ്പൂ ഉണ്ടല്ലോ ഇതിന്റെ ഫ്രണ്ട് കിട്ടോ. കണ്ണനല്ലേ ഒരു റോസയും കൂടെ വെച്ച്. ഗുരുവായൂരപ്പാ കാത്തുരക്ഷിക്കണേ. സന്തോഷം സന്തോഷം സന്തോഷം. കവറിന്റെ അങ്ങനെ നമ്മളെ കണി ഒരുക്കത്തിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുന്നു. ബാക്കി നമ്മളെ ഒരുക്കി എങ്ങനെയാ വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നാളെ കാണാം, നാളെ രാവിലെ കാണാം. ഇനിയിപ്പോ എന്തായാലും രാവിലെ എത്ര മണിക്കാ പൊന്നു എണീക്കണ്ടേ? ഒരു 4:30 5 മണി, ആ ഒരു 4:30 വരെ ആണ് കുഞ്ഞമ്മ പറഞ്ഞ സമയം തോന്നുന്നു. അതിനിടയ്ക്ക് കണ്ടാൽ മതി. അപ്പം നമ്മൾ 4:30 എണീച്ച് 5 മണിക്കുള്ളിൽ എന്തായാലും കണി സെറ്റ് ചെയ്യും. അപ്പം നമുക്ക് നാളെ കാണാമല്ലേ. ഇന്നത്തെ വിശേഷം നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഓണത്തിന് കണ്ടൊരു അതേ ഒരു ഫീല് നമ്മൾ ഓണത്തിന്റെ തലേ ദിവസം എങ്ങനെയായിരുന്നു അതേ കണക്കായിരുന്നു ഇന്ന് ഞങ്ങൾ ഓടിയത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്തെ ആദ്യത്തെ വിഷു ആണ്. അപ്പോൾ ഞങ്ങളിത് എന്തായാലും നല്ല രീതിയിൽ ആഘോഷിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഏകദേശം കംപ്ലീറ്റ് ആയി. ഇന്ന് എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് സെറ്റാക്കി. ചക്കയൊക്കെ വരണ വഴിക്ക് കുഞ്ഞമ്മേരെ വീട്ടിൽ കയറി. മാങ്ങയുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട, പൊന്നുമാണ് എടുത്തത്. ചാരത്തെ ചക്കയല്ലേ എന്നുള്ള സിനിമാറ്റ മീശ മോഡലിൽ പറഞ്ഞ അവസ്ഥയിലാണ്. വരുന്ന വഴി ഒരു മാങ്ങ ഇതളോട് കൂടിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്.